തന്റെ പുതിയ പുസ്തകമായ വിമൺ ഓപ്പോസിനെ പറ്റി വായനക്കാരുമായി സംവദിച്ച് നടിയും എഴുത്തുകാരിയുമായ ലെന കഴിഞ്ഞുപോയ വിഷമകരമായിട്ടുള്ള അവസ്ഥയും അതിജീവനത്തിന്റെ വിശേഷങ്ങളും ലെന പങ്കുവച്ചു. ലെനയുടെ രണ്ടാമത്തെ പുസ്തകമാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച വിമൺ ഓപ്പോസ്. സിനിമയിലേതുപോലെ അപ്രതീക്ഷിതമായിരുന്നു എഴുത്തിന്റെ ലോകത്തിലേക്കുള്ള ലെനയുടെ കടന്നുവരവ്. ആശയങ്ങൾ വീർപ്പ് മുട്ടിക്കുമ്പോൾ ചിന്തിച്ച് പിന്നാലെ നടക്കും, പിന്നെ എഴുതി തുടങ്ങും. ആദ്യ പുസ്തകമായ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകം പുറത്തിറങ്ങി 3-ാം വർഷത്തിലാണ് വിമൻ ഓപ്പോസ് വായനക്കാരിലേക്ക് എത്തുന്നത്. ഒരു സ്ത്രീയുടെ പ്രായപ്പകർച്ചയുടെ പ്രശ്നങ്ങൾ താനും നേരിട്ടിരുന്നു. ഹോർമോൺ കോളിളക്കങ്ങളുടെ കാലം പിന്നിട്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷത്തിലാണ് താൻ ഇപ്പോഴെന്ന് ലെന. ബേസിക്കലി ഐ എം ഷെയറിംഗ് മൈ ലൈഫ് ലെസൺസ് ദറ്റ് ഹാവ് വർക്ക്ഡ് ഫോർ മീ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ നിങ്ങൾക്കും യൂസ് ആവുകയാണെങ്കിൽ എടുത്തോളൂ കേട്ടോ എന്ന് പറയുന്നൊരു മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകം എഴുതിയതിന് ശേഷമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 45 വർഷം ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ച ഈ 45 ഇയേഴ്സിൽ ബെസ്റ്റ് ഇയർ ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ, ആൻഡ് നൗ ഓൾസോ ദ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഹാസ് ജെൽഡ് വിത്ത് ഈക്വലി ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. ഡോക്ടർ ജി സൈലേഷ്യ സംഭാഷണത്തിൽ ലെനയ്ക്കൊപ്പം പങ്കുചേർന്നു. കാക്കനാട് മാതൃഭൂമി ബുക്സിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ എസ് പ്രകാശ് സ്വാഗതവും യൂണിറ്റ് മാനേജർ ഐശ്വര്യദാസ് നന്ദിയും പറഞ്ഞു. നിരവധി ആളുകളാണ് ലെനയെ കേൾക്കാനും എഴുത്തുകാരിയുടെ കയ്യൊപ്പോടെ പുസ്തകങ്ങൾ വാങ്ങാനും ചടങ്ങിലേക്കെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.